السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أفغير دين الله يبغون وله أسلم في السماوات والأرض طوعا وكرها وإليه يرجعون. വേദിയിലിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ഈ പ്രദേശവാസികൾ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിൽ നിന്നുള്ള ശാന്തിയും സമാധാനവും സദാ നിങ്ങളിൽ വർഷിക്കുമാറാകട്ടെ. ഏറെ ശ്രദ്ധേയമായ ഒരു ആദർശ സമ്മേളനത്തിന് നമ്മുടെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിക്കുകയാണ്. എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനമെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾ എന്തെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മാർഗമെന്തെന്നും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്തെന്നും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അതേസമയം ഈ ഏറെ പ്രസക്തമായ ഈ സമ്മേളനത്തിൽ ഇസ്ലാമിനെ അറിയുക എന്ന വിഷയത്തെക്കുറിച്ച് നിശ്ചയിക്കപ്പെട്ട സമയ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് ഈ ഉള്ളവൻ താല്പര്യപ്പെടുന്നത്. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ മഹാപ്രപഞ്ചം, അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും ലോകത്തിന്റെ വിവിധ കോണുകളിൽ താമസിക്കുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾ, അവരെല്ലാം വ്യത്യസ്ത മതത്തെ, വ്യത്യസ്ത തത്വശാസ്ത്രങ്ങളെ തങ്ങളുടെ ആശയമായി, ആദർശമായി ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും നമുക്കിടയിൽ സജീവ ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് മതം. എന്താണ് മതം എന്ന പ്രസക്തമായ ചിന്തക്ക് പലരും വ്യത്യസ്ത മറുപടികൾ നൽകിയിട്ടുണ്ട്. വ്യത്യസ്ത വീക്ഷാകോണുകളിലൂടെ മതത്തെ നോക്കിക്കണ്ടവർ, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്ന് അഭിപ്രായപ്പെട്ടവർ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന ചിന്തകൾ മുന്നോട്ട് വെച്ചവർ, മതം പ്രശ്നമാണ്, നാശമാണ്, നഷ്ടമാണെന്ന് വിശദീകരിച്ചവർ. യഥാർത്ഥത്തിൽ എന്താണ് മതം? ഭാഷാപരമായി അഭിപ്രായം എന്ന അർത്ഥതലത്തിൽ മതത്തെ നമുക്ക് വായിക്കാൻ കഴിയുമെങ്കിലും ആത്യന്തികമായി മതം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്ത്? മനുഷ്യനെ മനുഷ്യനാക്കുന്നതെന്തോ അതാണ് മതം. ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ദേശത്തിന്റെയും ഭാഷയുടെയും പരിധികൾക്ക് അതീതമായി മനുഷ്യ മനസ്സുകളെ ഇണക്കിച്ചേർക്കുകയും മനുഷ്യ മസ്തിഷ്കത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ദൈവീകമായ മാർഗദർശനമാണ് മതം. മനുഷ്യന്റെ വൈയക്തിക, കുടുംബ, ദാമ്പത്യ, സാമൂഹിക, അയൽപക്ക മേഖലകൾ തുടങ്ങി മനുഷ്യ ജീവിതത്തിന് നിഖില മേഖലകളെ സ്പർശിക്കുകയും ആ രംഗത്ത് കൃത്യവും വ്യക്തവും പൂർണ്ണവും മാനവികവുമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുന്ന സട്ടാവിന്റെ മാർഗദർശനമാണ് മതം. ആ മതത്തെ അറിയാനും ആ മതത്തെ മനസ്സിലാക്കുവാനുമുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, പലപ്പോഴും ഈ മതത്തെയാണ് പലരും പ്രതിക്കൂട്ടിലാക്കുന്നത്. മതം പ്രശ്നമാണ്, മതം നാശം. ഒരിക്കലും മതം മനുഷ്യനെ നന്നാക്കിയിട്ടില്ല, നശിപ്പിച്ചിട്ടേയുള്ളൂ എന്ന് വിശദീകരിച്ച ആളുകൾ മനുഷ്യ മനസ്സിൽ നിന്നും മനുഷ്യ ധിഷണകളിൽ നിന്നും മനുഷ്യന്റെ ജീവിതത്തിൽ നിന്നും അവന്റെ എല്ലാ അർത്ഥത്തിലുള്ള ഇടപാടുകളിൽ നിന്നും മതത്തെ വേരോടെ പിഴുതെടുത്ത് മാറ്റി നിർത്തുവാൻ വേണ്ടി ഇന്നും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മതം ആരാധനാലയങ്ങളുടെ 4 ചുമരുകൾക്കുള്ളിൽ മാത്രം വസിച്ചാൽ മതി എന്ന് പ്രഖ്യാപിക്കുന്നവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, മതം പ്രശ്നമാണെന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം ശാസ്ത്രത്തെ മതമായി പ്രഖ്യാപിക്കുകയും ചെയ്ത ആളുകൾ. അതെ, ജർമ്മൻ തത്വചിന്തകനായ ഫ്രെഡറിക് വില്യം നീഷെ ലോകത്തോട് പറഞ്ഞത് സയൻസ് ഈസ് അവർ റിലിജിയൻ എന്ന്, ശാസ്ത്രമാണ് ഞങ്ങളുടെ മതമെന്ന്.
അതല്ലാത്തൊരു മതം വേണ്ട. അതല്ലാത്തൊരു മതം മനുഷ്യനെ പരിവർത്തിപ്പിക്കില്ല. ഞങ്ങളെ വളർത്തിയത്, ഞങ്ങളെ ഉയർത്തിയത്, ഇന്നലകളിൽ നിന്ന് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലേക്ക് ഞങ്ങളെ കൈപ്പിടിച്ചു കൊണ്ടുവന്നത് ശാസ്ത്രമാണ്. അതുകൊണ്ട് ശാസ്ത്രത്തെ ഞങ്ങൾ മതമായി തൃപ്തിപ്പെടുന്നു എന്ന് പ്രഖ്യാപിച്ചവർ. അതിന്റെ ഭാഗമെന്നോണം ഈ ലോകത്തെ നിയന്ത്രിക്കാൻ, മനുഷ്യനെ ധർമാധർമ്മങ്ങൾ പഠിപ്പിക്കാൻ, സത്യാസത്യങ്ങളെ പഠിപ്പിക്കാൻ, നീതിയും അനീതിയും പഠിപ്പിക്കാൻ, മനുഷ്യനെ നിയന്ത്രിക്കാൻ, മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ഒരു ശക്തിയുണ്ടെങ്കിൽ ആ ശക്തിക്ക് ദൈവം എന്നാണ് പേരെങ്കിൽ ആ ശക്തിയെ ഞങ്ങളിതാ കൊന്നിരിക്കുന്നു എന്ന കൊലവിളിയുമായി യൂറോപ്പിന്റെ തെരുവീതികളിലൂടെ അണിഞ്ഞ വസ്ത്രങ്ങൾ പോലും കീറി വലിച്ചെറിഞ്ഞ് പ്രഖ്യാപനങ്ങളുമായി രംഗത്തിറങ്ങിയ താത്വികാചാര്യന്മാർ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഇതാ കേരളത്തിൽ കേരള യുക്തിവാദി സംഘത്തിന്റെ ഏരിയ സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം തന്നെ, അവരുടെ പ്രമേയം തന്നെ മതത്തെ വെടിയുക, മതത്തെ ഉപേക്ഷിക്കുക, മാനവികതയിലേക്ക് മുന്നേറുക എന്ന. ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത് മതത്തെ അറിയുക പ്രമാണങ്ങളിലൂടെ, മതത്തെ അറിയുക, മനുഷ്യനെ സ്നേഹിക്കുക, മതത്തെ അറിയുക, യഥാർത്ഥത്തിലുള്ള മോക്ഷം നേടുക, മതത്തെ അറിയുക, ജീവിതത്തെ വിമലീകരിക്കുക എന്ന ആശയമാണ്, ആദർശമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ലോകത്തോട് പറയുവാനുള്ളത്. നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ, മതത്തിന് മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുകയുള്ളൂ. ശാസ്ത്രത്തെ മതമായി തൃപ്തിപ്പെടുന്ന ആളുകൾ, ശാസ്ത്രത്തെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ശാസ്ത്രത്തിന്റെ ഏതു മാനദണ്ഡങ്ങൾക്കാണ്, ശാസ്ത്രത്തിന്റെ ഏത് അളവുകോലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ശരി അത് തെറ്റ് എന്ന് പറയാനാവുക? ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ കൊണ്ടാണ് കഴിയുക? നാം മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ? വിഹിതമായ വൈവാഹിക ബന്ധവും അതുവഴിയുണ്ടാകുന്ന സന്തതിയും, അതേസമയം മ്ലേച്ഛമായ എല്ലാ അർത്ഥത്തിലുമുള്ള അവിഹിതമായ ശാരീരിക ബന്ധവും അതുവഴി ഉണ്ടാകുന്ന സന്തതിയും, ഇതിലേതാണ് ശരി തെറ്റി എന്ന് വിശദീകരിക്കാൻ ശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ കൊണ്ടാണ് കഴിയുക? രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോരനീരായി പണിയെടുത്ത് അതേ ലഭിച്ച വേതനം കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്ന ഒരു തൊഴിലാളിയും, അതേസമയം അവന്റെ പോക്കറ്റ് അടിച്ച് അവന്റെ കഴുത്തിന് പിടിച്ച് അവന്റെ പോക്കറ്റിലുള്ള പണം കൊള്ളയടിച്ച് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന്റെ പ്രവൃത്തിയും, ഇതിലേത് ശരി ഏത് തെറ്റി എന്ന് പറയാൻ ശാസ്ത്രത്തിന്റെ ഏത് മാനദണ്ഡങ്ങൾ കൊണ്ടാണ് കഴിയുക? ഒരിക്കലും മനുഷ്യനെ മനുഷ്യനാക്കാൻ, മനുഷ്യനെ ധാർമ്മികത പഠിപ്പിക്കാൻ, മനുഷ്യന്റെ ജീവിതത്തെ വിമലീകരിക്കാൻ, മനുഷ്യനെ യഥാർത്ഥത്തിലുള്ള മോക്ഷത്തിലേക്ക് നയിക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്ന തിരിച്ചറിവ് അതേ വിവേകമതികൾക്കുണ്ടാകേണ്ടതുണ്ട്. ഇവിടെ മതത്തെ പലപ്പോഴും ജനങ്ങൾ അറിയുന്നത്, അല്ലെങ്കിൽ പഠിക്കുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കേവലം മഞ്ഞപ്പത്രങ്ങളിൽ നിന്നും മീഡിയകൾ നൽകുന്ന കേവലമായ വിവരങ്ങളുടെ വിശദീകരണങ്ങളുടെ വെളിച്ചത്തിൽ. എവിടെ നിന്നാണ് മതത്തെ പഠിക്കേണ്ടത്? BBC-യും CNN-ഉം നൽകുന്ന കേവലമായ വിശദീകരണത്തിൽ നിന്നാണോ മതത്തെ അറിയേണ്ടത്? ഏതെങ്കിലും മീഡിയകൾ, മാധ്യമങ്ങൾ, മഞ്ഞപ്പത്രങ്ങൾ നൽകുന്ന കേവലമായ വിശദീകരണത്തിന്റെ വെളിച്ചത്തിലാണോ മതത്തെ മനസ്സിലാക്കേണ്ടത്? അല്ല. ഏതൊരു മതത്തെയും അറിയേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് അതിന്റെ ആധികാരിക ദാർശനിക പ്രമാണങ്ങളിൽ നിന്നാവണം. ഇന്ന് നമുക്കിടയിൽ നിരവധി മതങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഭാരതീയർ എന്ന നിലയിൽ നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ കഴിയാത്ത ഒരു ഭൂരിപക്ഷ മതമാണ് ഹിന്ദുമതം. അതോടൊപ്പം തന്നെ ക്രിസ്തുമതം, സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, പാഴ്സി മതം, അങ്ങനെ നിരവധി മതങ്ങൾ. ഇവിടെ നിരവധി മതങ്ങളുടെ കൂട്ടത്തിൽ കേവലം ഒരു മതമായി കൊണ്ട് ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ആളുകൾ, കേവലം ഒരു മതമായി മാത്രം ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന ആളുകൾ, പലപ്പോഴും ആ മനസ്സിലാക്കലുകൾ തന്നെ സെപ്റ്റംബർ 11 എന്ന വേൾഡ് ട്രേഡ് സെന്ററിലെ ആക്രമണത്തിൽ നിന്നും, അൽ ഖ്വയ്ദ പോലുള്ള തീവ്രവാദ സംഘങ്ങളിൽ നിന്നും, ലോകത്ത് നടക്കുന്ന തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വെളിച്ചത്തിൽ ഇസ്ലാമിനെ വായിക്കുകയും ഇസ്ലാമിനെ മനസ്സിലാക്കുകയും ഇസ്ലാമിനെ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇവിടെ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മതത്തെ അറിയുവാനും എല്ലാ അർത്ഥത്തിലും മതത്തിന്റെ ആശയാദർശങ്ങളെ തിരിച്ചറിയുവാനുമുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഇസ്ലാം എന്ന മതത്തെ പലതവണ പരിചയപ്പെടുത്തുന്നു. ഞാൻ ഇവിടെ സൂചിപ്പിച്ചു, ഏതൊരു മതത്തെയും അറിയേണ്ടത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ്. ഹിന്ദു മതത്തെ അറിയേണ്ടത് ഹിന്ദു മതത്തിന്റെ ആധികാരിക പ്രമാണങ്ങളിൽ നിന്നാണ്, അഥവാ ചതുർവേദ സംഹിതകളിൽ നിന്നും, ഉപനിഷത്തുകളിൽ നിന്നും, ഇതിഹാസങ്ങളിൽ നിന്നും, ഐതിഹ്യങ്ങളിൽ നിന്നും, ബ്രാഹ്മണങ്ങളിൽ നിന്നുമാണ് ഹിന്ദു മതത്തെ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തു മതത്തെ അറിയേണ്ടത് ബൈബിൾ, പഴയ പുതിയ നിയമ പുസ്തക സമാഹാരങ്ങളിൽ നിന്ന്. ഇസ്ലാമിനെ അറിയേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നും, ആ വിശുദ്ധ ഖുർആന്റെ വിശദീകരണമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ജീവിതത്തിൽ നിന്നുമാണ്. ഇവക്കാണ് അതത് മതത്തെ കൃത്യമായി വിശദീകരിക്കാനാവുക. അതുകൊണ്ട് തന്നെ ഈ ദാർശനിക പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മതത്തെ മനസ്സിലാക്കാനുള്ള സന്മനസ്സുണ്ടാവണം. ഇസ്ലാമിനെ അറിയുക എന്ന ഈ ഒരു പ്രമേയം മുന്നോട്ട് വെക്കുമ്പോൾ, ഇസ്ലാമിനെ അറിയുക എന്ന വിഷയം ഇവിടെ പ്രസക്തമാകുമ്പോൾ, അതോടൊപ്പം തന്നെ നമുക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന മതങ്ങളെയും അറിയുവാനുള്ള മനസ്സുണ്ടാവണം. സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 83-ാമത്തെ വചനത്തിൽ ഇസ്ലാം എന്ന മതത്തെ, ഇസ്ലാം എന്ന ജീവിത ദർശനത്തെ ഈ മഹാപ്രപഞ്ചത്തിന്റെ മതമായി കൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്. ആ ആയത്ത് ഓതിക്കൊണ്ടാണ് ഈ ഉള്ളവൻ തുടങ്ങിയത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹാ വഇലൈഹി യുർജഊൻ. സട്ടാവായ പടച്ചറബ് പഠിപ്പിച്ച മതത്തെയല്ലാതെ മറ്റു വല്ല മതത്തെയുമാണ് അവർ കൊതിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ആകാശഭൂമികളിലുള്ള സർവ്വവും നിർബന്ധിതമായോ അനുസരണയോടുകൂടെയോ അവന് സ്വന്തത്തെ സമർപ്പിക്കുകയാണ്. അവനിലേക്ക് തന്നെയാണ് അവയുടെ എല്ലാം അടക്കമെന്ന്. അതെ, ഓരോ നിമിഷവും സൂര്യൻ ജ്വലിക്കുകയും ചലിക്കുകയും ചെയ്യുമ്പോൾ സട്ടാവിന്റെ കൽപ്പനകൾക്ക് വിധേയമാണ് സൂര്യൻ. അതുകൊണ്ട് തന്നെ സൂര്യൻ മുസ്ലിമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ചന്ദ്രൻ പ്രഭചരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുമ്പോ, ഭൂമി നമ്മയും കൊണ്ട് അതിവേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോ, അതെ, എന്തിനേറെ ഓരോ തിരമാലകളും ഇങ്ങോട്ട് അടിച്ചു വരുമ്പോ സട്ടാവിന്റെ അത്ഭുതകരമായ സംവിധാനത്തിന് അവ വിധേയമാണ്. അതുകൊണ്ട് തന്നെ ലോകങ്ങളുടെ നാഥന്റെ വിശദീകരണം ഇസ്ലാം ഈ മഹാപ്രപഞ്ചത്തിന്റെ മതമാണ്. തീർന്നില്ല. ഖുർആനിലെ 30-ാം അധ്യായം സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ വചനത്തിലൂടെ മനുഷ്യ പ്രകൃതിയുടെ മതമായി കൊണ്ട് ഇസ്ലാമിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി ലത്തി ഫതറനാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാ ദാലിക അദ്ദീനുൽ ഖയ്യിം വലാകിൻ അക്തറനാസി ലാ യഅലമൂൻ എന്ന വരികളിലൂടെ ഈ മതം മനുഷ്യ പ്രകൃതിയുടെ മതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അടിവരയിടുന്നു. അതോടൊപ്പം ഖുർആനിലെ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 19-ാമത്തെ വചനത്തിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ലോകങ്ങളുടെ നാഥന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ ഒരു ആദർശമുണ്ടെങ്കിൽ അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ആദർശമായ ഈ മഹാപ്രപഞ്ചത്തിന്റെ മതമായ മനുഷ്യ പ്രകൃതിയുടെ മതമായ ഇസ്ലാം മാത്രമാണെന്ന് ഖുർആൻ അടിവരയിടുന്നു. അതേസമയം ഖുർആൻ 3-ാം അധ്യായം ആല ഇംറാനിന്റെ 85-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫല യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ലോകങ്ങളുടെ നാഥൻ പഠിപ്പിച്ച ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആദർശ പ്രസ്ഥാനമായ ഈ സമർപ്പണത്തിന്റെ ആദർശത്തെയല്ലാതെ മറ്റു വല്ല മതത്തെയും മറ്റു വല്ല ആദർശത്തെയുമാണ് ആരെങ്കിലും സ്വന്തം ആദർശമായി ജീവിത രീതിയായി കൊണ്ടു നടക്കുന്നുവെങ്കിൽ അത് നഷ്ടമാണ് എന്ന് കൃത്യമായി ഗൗരവമായി പഠിപ്പിക്കുന്ന ഖുർആൻ. സഹോദരങ്ങളെ, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ മനുഷ്യനായി കാണുകയും എല്ലാ അർത്ഥത്തിലും അവന് മാർഗദർശനം നൽകുകയും ചെയ്യുകയാണ് ഇസ്ലാം. നാം അറിയേണ്ടതുണ്ട്, സട്ടാവായ ഉടയ തമ്പുരാന്റെ സൃഷ്ടികളാണ് മനുഷ്യരേവരുമെന്ന മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഹുജറാത്തിന്റെ വരികളാണ് അതെ ഇന്ന് നമസ്കരിക്കുമ്പോൾ നമ്മൾ കേട്ടത്. അതെ, സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഹസിക്കരുത് എന്ന് തുടങ്ങി, അതോടൊപ്പം തന്നെ ഊഹത്തിന്റെ പിന്നാലെ പോകരുത് എന്ന് തുടങ്ങിക്കൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ കേട്ടുവന്ന നമ്മൾ ആ വിശുദ്ധ ഖുർആനിന്റെ ആ സൂറയിലെ 49-ാം അധ്യായം ഹുജറാത്തിന്റെ 13-ാമത്തെ വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസ വജഅൽനാകും ശുഊബൻ വകബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി യതഖാകും മിനല്ലാഹി അലീമുൻ ഖബീർ എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഗ്രന്ഥം. മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വ്യത്യസ്ത ഗോത്രങ്ങളും ജനവിഭാഗങ്ങളുമാക്കി നാം നിങ്ങളെ തിരിച്ചത് ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ, ദേശത്തിന്റെ, ഭാഷയുടെ പേരിൽ പരസ്പരം വെട്ടാനും കുത്താനും കൊല്ലാനും നശിപ്പിക്കാനും തീവ്രവാദ വർഗീയവാദ പ്രവർത്തനങ്ങൾക്ക് തിരികൊളുത്തി സമാധാനത്തെ പിച്ചു ചീന്തുവാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം അറിയാൻ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ. ഇന്ന അക്രമകും ഇൻദല്ലാഹി യതഖാകും ഇന്നല്ലാഹ അലീമുൻ ഖബീർ. സട്ടാവായ പടച്ചറബിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനവും മാനവും മഹിതമായ പദവിയുമുള്ളത് തൊലി വെളുത്തവനല്ല, ഉന്നത കുലജാതിയിൽപ്പെട്ടവനല്ല, സമ്പന്നനല്ല, ആരോഗ്യതടകാത്തനല്ല, മറിച്ച് നിങ്ങളിൽ ആരോ ധർമ്മനിഷ്ഠയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ സമൂലമായും പരിവർത്തിപ്പിക്കുന്നത് അവന് മാത്രമാണ് ആ മഹിതമായ പദവിയുള്ളത് എന്ന് ലോകത്തെ പഠിപ്പിച്ച മാനവികതയുടെ, മാനവ സഹോദരത്തിന്റെ ആദർശ പ്രസ്ഥാനമാണ് ഇസ്ലാം. അതിനുദാഹരണമാണ് അതെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന ഓരോ സംഭവങ്ങളും നാം അറിയണം. അതെ, ഉന്നത കുല ജാതിയിൽപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും കീഴാളനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെയും മനസ്സിനെ ഇണക്കിയത് ഈ മഹിതമായ ആദർശമാണ്. തൊലി വെളുത്ത ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെയും തൊലി കറുത്ത ബിലാൽ റളിയല്ലാഹു